ഞാൻ കാട്ടിക്കയറി വെടിവെച്ചത് എരുമയാണെന്ന് നിന്നോടാണ് പറഞ്ഞത്. വെടിവെച്ച് നിന്റെ തന്ത തന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന്. അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാടാ അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ? പേരക്കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് പോയില്ലേ? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. പോളി ഇത് അവിടുന്ന് തന്നു വിട്ടതാ. അവിടുന്ന് തന്നു വിട്ടതാ കാട്ടുപോത്തിന്റെ ഇറച്ചി. ആണോ? മോള് തന്നു വിട്ടതാ. അവന്റെ മറ്റേടത്തെ കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ പിടുക്ക് ചുട്ടു നിന്നിട്ടുണ്ട് ഈ മാത്തച്ഛൻ. എന്റെ അടുത്ത് അവന്റെ ഒരു എരുമയുടെ ചവ് കൊണ്ടുവന്നിട്ട് അത് കാട്ടുപോത്ത് അമിച്ചു. കേട്ടവൻ. കേരളക്കരയെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വഴിത്തിരിവിലേക്ക്. കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു. ഇറച്ചി എരുമയുടേതാണ്. ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം. ആരാധകരെ ശാന്തരാകുവിൻ. എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും. നിന്റെ ആരാധകർ ഒന്ന് പോയതാണ്. നീ കാരണമാണ് ഞങ്ങൾ ഗതിയിലായത്. ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? പോരാ ചെറിയൊരു പരിപാടി. നമസ്കാരം. ഡെപ്യൂട്ടി ഇല്ലേ? വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എന്റെ ആവശ്യമില്ലേ സാറേ? ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാ. ചായം കടിയൊന്നും കൊടുക്കല്ലേ? പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. അതാ വരണം. വരൂ, ചോദിക്കട്ടെ. ഇരിക്കണം സാർ. ഇരിക്കൂ. ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല മടിക്കണ്ട, കടന്നു വരൂ. കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട. രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി. സത്യമല്ല? എല്ലാം കൊള്ളാം. പക്ഷേ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പോയിന്റ്. പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും? ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ ഞാൻ എടുത്തത്? പറ. നട്ടപ്പാതിരിക്ക് ഉറക്കം കളഞ്ഞ് കാട്ടി കയറിട്ട് അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുനാള് കൊടിയിറങ്ങുമ്പോ പാപ്പച്ചൻ ഒന്നുകൂടെ കയറി. കാട്ടുപോത്ത് എരുമയെ മാറിയതിന് കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണിയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം? ചിന്തിക്കാം. ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി. പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽസ് വന്നിട്ട് ഇവിടെ ക്യാമറ കളിച്ചിട്ട് പോകും. വിളിക്കണം. ഞാൻ നടക്കട്ടെ സാറേ. അപ്പൊ ശരി, അപ്പോ നമസ്കാരം. ആരും ബഹളം വെക്കണ്ട, ശാന്തരാകുവിൻ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മാന്യമിത്രങ്ങളെ, രാജാക്കാട് പോത്ത് കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ ഖേദമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല. നമുക്ക് പിരിയാം. സന്തോഷം.
തൊണ്ടിയിൽ ആമ്പല് കൊടുത്തുന്നു. നിന്റെ ഒരു എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. ഇവന് പ്രാന്താണ്. ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. കളിച്ച് കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച് അവസാനം എന്നെ തോക്കൊണ്ട് ഒടിക്കലോട് അക്കമുള്ള കഴിവേറി. അപ്പച്ചാ എന്താടാ ഒന്നുമില്ല. ഇനിയിപ്പൊ നിന്റെ കേസ് തരാതെ ഒരു തീരുമാനമാവോ? പോലീസുകാരുടെ ഫോറസ്റ്റുകാരുടെ അവന്റെ ഒരു കൂത്തിക്കഴപ്പ്. അവിടെ നാറി നിന്റെ നോക്കിറങ്ങി പോയോ? മതി. അല്ല, അപ്പുറം നടയിക്ക്. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. ആ അപ്പം പോയി. പോയോ? എടാ തങ്കച്ച, എന്തെങ്കിലും വഴിയുണ്ടോ? തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. എടാ അങ്ങേർക്ക് മുഴുത്ത വട്ട ആൾക്കാർ മുമ്പ് വെച്ച് ക്രിക്കറ്റ് കുത്തും. എൽസിയെ ആ നമുക്കൊരു മനസ്സമ്മതം ഇല്ലായിരുന്നു. ഏത് ആ എടി, 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 വാ, വാ, പോവാം. ഞാനും പോയി വല്ലതും കഴിക്കട്ടെ. കുഞ്ഞുമോളാണ് 2 തവണ വിളിച്ചായിരുന്നു. റീനെ പോയേക്കാണേ. എടാ ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ആരെ? ആന. അണ്ണാനും വാ പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവക്കും പുച്ഛം. തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നോ അവിടെ? പിന്നെ അവിടെ നല്ല ഉഗ്രൻ. വേണ്ട, ഇനി തള്ളണ്ട. അല്ല, പോരായിരുന്നു. ജയിലല്ലേ? എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. പോത്തു പാപ്പച്ചൻ നല്ല പേരാ. എന്തായാലും പാമ്പു പാപ്പച്ചൻ മാറി കിട്ടി. റീനെ, ആ ഫോറസ്റ്റുകാർ എന്ന് വന്നപ്പം കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ? ഞാൻ 1.5 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതും നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുവാടാ? പോയി കുളിക്കടാ, നിനക്ക് പള്ളി പോണ്ടേ? ഈ അമ്മച്ചിക്ക് എന്താ? നിന്നെയല്ലേ, അതെനിക്കുള്ളതാ. ഇതിനൊക്കെ കാരണക്കാരനോ ജെയിംസാ. മാറി ഡീ, ആ സാരി ഒന്ന് അലമാരിന്ന് എടുത്ത് പുറത്തു വെച്ചേ. ഏതാ അമ്മേ? പള്ളി പെരുന്നാളൊക്കെ അല്ലേ, നല്ല നല്ല സാരി എടുത്തു കൊടുത്തോ, കളറാവട്ടെ. ഓ, വാങ്ങിച്ച അലമാരിൽ നിറച്ചു വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്കാൻ. എന്താണാവോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടല്ല, ആ ജെയിംസ് പള്ളി വീട്ടിൽ തന്നെ കാണും. ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ അവന് നല്ല പണിയാവും, ചാച്ചന് നല്ല ഗുണമാവും. കാര്യാക്കണ്ട, തട്ടിക്കോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. പുതിയ സാരിയാണോ ഇത്? 2 വർഷം മുമ്പുള്ള പള്ളി പെരുന്നാൾ എടുത്തതോ? ഓ, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ? പിന്നെ ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ. ആ അതാ ചോദിച്ചേ. അല്ല, പറയീന. എന്നെ കാണാൻ ഭംഗിയില്ലാന്ന് എപ്പോഴെങ്കിലും ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? പറ. എന്താ മോളേത്? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഹേ, തോന്നലൊന്നുമല്ല. ദേ, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ചിരിക്കുമ്പോ ഈ ഓന്ത് ഈയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആ ഒരു look. അയ്യോ പോ കുന്തം. എടാ പാപ്പച്ചാ, ആ ഇങ്ങ് വന്നേ. ഇവര് കുളിച്ചില്ലേടാ നീ? ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയും കയറ്റി വിടും. ഓ ഇതാ ഇപ്പൊ നന്നായേ. ആലിങ്ക പടുത്തപ്പോ കാക്കയ്ക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെയാ. നീ ചെന്ന് വല്ല കമ്പിമരയോ വല്ല കോടാലിയോ വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച, ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേടാ എന്റെ പൊന്നു പാപ്പച്ച, നീ ഒന്ന് വാടാ, ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട്.